കരിപ്പൂർ വിമാനത്താവളത്തിൽ ലഹരിക്കടത്ത് മാഫിയ പിടിമുറുക്കുന്നു. 3 മാസത്തിനിടെ 4 ലഹരിക്കടത്ത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഹൈബ്രിഡ് കഞ്ചാവിന് പുറമെ ഈ ലഹരി വസ്തുക്കളും രാസലഹരികളും സ്റ്റിറോയിഡുകൾ അടങ്ങിയ രാസലഹരികളും ലഹരി മിഠായികളും വരെ കള്ളക്കടത്തിലുണ്ടായിരുന്നു. 100 കോടി രൂപയിലധികം വില വരുന്ന ലഹരിക്കടത്താണ് പിടികൂടിയത്. സ്വർണ്ണക്കടത്തിൽ ഒരു വർഷം 180 കോടിയാണ് ഏറ്റവും ഉയർന്ന തുക. ഇതിലും അധികം ലഹരി വസ്തുക്കൾ പിടിക്കപ്പെടാതെ പുറത്തെത്തിയതായാണ് ആശങ്ക. സ്വർണ്ണക്കടത്ത് ലാഭകരമല്ലാതായതോടെയാണ് കള്ളക്കടത്ത് സംഘങ്ങൾ ലഹരിക്കടത്തിലേക്ക് തിരിഞ്ഞതെന്നാണ് കസ്റ്റംസ് കരുതുന്നത്. 1 കിലോ സ്വർണം കടത്തുമ്പോൾ ലഭിക്കുന്ന ലാഭം പരമാവധി 7 ലക്ഷം രൂപ വരെയായിരുന്നു. എന്നാൽ രാജ്യത്ത് നികുതി കുറച്ചതോടെ ഇത് 3 ലക്ഷത്തിൽ താഴെയായി. വാഹകർക്കും സംഘത്തിലെ മറ്റംഗങ്ങൾക്കും വീതം വെച്ച് കഴിയുമ്പോൾ കള്ളക്കടത്ത് നേതാക്കന്മാർക്ക് വലിയ നേട്ടം ലഭിക്കാത്ത അവസ്ഥ. എന്നാൽ ലഹരിക്കടത്തിൽ ലാഭം 10 ഇരട്ടിയാണ്. വിദേശത്ത് 10 ലക്ഷം രൂപ വില വരുന്ന 1 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിലേക്ക് കടത്തുമ്പോൾ വിപണി മൂല്യം 1 കോടിയോളമായി മാറും. 90 ലക്ഷത്തിന്റെ ലാഭമാണ് മയക്കുമരുന്ന് മാഫിയയ്ക്ക് ലഭിക്കുന്നത്. കസ്റ്റംസിന്റെ എക്സ്റേ പരിശോധനയിൽ ഇവ കണ്ടെത്താൻ എളുപ്പമല്ലെന്നതാണ് കള്ളക്കടത്തുകാർക്ക് അനുഗ്രഹമാകുന്നത്. സ്വർണ്ണക്കടത്തിൽ എക്സ്റേയിൽ ലഭിക്കുന്ന രൂപങ്ങളും വസ്തുക്കൾക്ക് വരുന്ന ഭാരവ്യത്യാസവുമാണ് സ്വർണ്ണക്കടത്ത് പിടിക്കാൻ സഹായകമാകുന്നത്. എന്നാൽ ലഹരി വസ്തുക്കളുടെ കാര്യത്തിൽ ഈ 2 സാധ്യതകളും വളരെ കുറവാണ്. അതിനാൽ തന്നെ കരിപ്പൂരിൽ സജീവമായിരുന്ന സ്വർണ്ണക്കടത്ത് മാഫിയ ലഹരിക്കടത്തിലേക്ക് ചുവട് മാറ്റിയതായാണ് കസ്റ്റംസ് സംശയിക്കുന്നത്. ആഗോളതലത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ മുഖ്യ വരുമാന സ്രോതസ്സാണ് മയക്കുമരുന്ന് വ്യാപാരം. അതിനാൽ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ലഹരിക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടോയെന്നും അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. സ്കാനിംഗിൽ ലഹരി മരുന്ന് കണ്ടെത്താൻ സംവിധാനമില്ല. ഉപകരണങ്ങളുടെ സഹായത്തോടെ ലഹരി മരുന്നുകൾ കണ്ടെത്തുന്നതിന് വിമാനത്താവളങ്ങളിൽ സംവിധാനമില്ലാത്തതാണ് മാഫിയകൾക്ക് ധൈര്യമേകുന്നത്. ലഗേജ് സ്കാൻ ചെയ്താൽ ഭക്ഷ്യവസ്തുക്കളുടെ പ്രതിബിംബമാണ് ലഹരി മരുന്നുകൾക്കും ലഭിക്കുക. അതുകൊണ്ട് പരിശോധനാ വേളയിൽ ലഹരി വസ്തുക്കൾ കണ്ടെത്താൻ എളുപ്പമല്ല. കഴിഞ്ഞ ദിവസം ലഹരി മരുന്ന് പിടികൂടാനായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിവിദഗ്ധമായാണ് രാസലഹരി മരുന്ന് മിഠായികളിലും കേക്ക്, ബിസ്ക്കറ്റുകൾ എന്നിവയിലും കലർത്തിയത്. ബ്രാൻഡഡ് മിഠായികളിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധമാണ് ലഹരി മരുന്നുണ്ടായിരുന്നത്. വിശദ പരിശോധന നടത്തിയാണ് കസ്റ്റംസ് ലഹരി മരുന്നിന്റെ സാന്നിധ്യം ഉറപ്പാക്കിയത്. ഹൈഡ്രോപോണിക് സംവിധാനത്തിൽ ആധുനിക രീതിയിൽ വളർത്തിയെടുക്കുന്ന കഞ്ചാവാണ് ഹൈബ്രിഡ് കഞ്ചാവ്. മണ്ണുപയോഗിക്കാതെ വെള്ളം അടിസ്ഥാനമാക്കി പോഷക ലായനികളിൽ കഞ്ചാവ് കലർത്തുന്ന രീതിയാണിത്. ഹൈഡ്രോപോണിക് സംവിധാനങ്ങൾ സസ്യങ്ങൾക്ക് നേരിട്ട് പോഷകങ്ങളും വെള്ളവും നൽകുന്നു. ഇത് വേഗത്തിലുള്ള വളർച്ചയ്ക്കും ഉയർന്ന വിളവിനും വഴിയൊരുക്കുന്നു. ഇത്തരത്തിൽ വളർത്തി വിളവെടുക്കുന്ന കഞ്ചാവിന് സാധാരണ കഞ്ചാവിനേക്കാൾ വീര്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ആവശ്യക്കാരും കൂടുതലാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു. ആഭ്യന്തര വിപണിയിൽ ഗ്രാമിന് 5000 മുതൽ 8000 രൂപ വരെയാണ് ഇതിന്റെ വില. ഈ ചാനൽ കരിപ്പൂർ. Ampere College of Science offers Hospital Administration course, MBA in Healthcare Management, training tie-up with multi-specialty hospitals and medical colleges. Visit www.amperecollege.in. Ampere College of Science, Kuttipuram.